സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ ഏതൊരു കേരള PSC പരീക്ഷകളിലും ഇനിയുള്ള നാളുകൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ട ഒരു ടോപ്പിക്കാണ് MT വാസുദേവൻ നായർ എന്ന് പറയുന്ന വ്യക്തി. മലയാളത്തിന്റെ പ്രിയപ്പെട്ട MT. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. കൂട്ടുകാർക്കറിയാം, 2024 ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിലായിരുന്നു MT നമ്മോട് വിട പറഞ്ഞത്. അപ്പൊ MT വാസുദേവൻ നായരെ കുറിച്ച് A to Z കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രാധാന്യം തന്നെ ആദ്യം പറയാൻ ഞാൻ നോക്കൂ. മലയാളം നമുക്ക് ഒട്ടുമിക്ക എല്ലാ PSC പരീക്ഷകളിലും 10 മാർക്ക് മലയാളമുണ്ട്. ആ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും. ചില കൃതികളും കഥാപാത്രങ്ങളും ഒക്കെ അതിനകത്ത് ചോദിക്കാറുണ്ട്. ഒരുപാട് തവണ MTയുടെ കൃതികൾ അത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്കറിയാം 5 മാർക്ക് വരെ കലാസാഹിത്യ സാംസ്കാരിക മേഖലയുണ്ട്. +2 ലെവൽ, ഡിഗ്രി ലെവൽ, 10ാം ക്ലാസ് തലത്തിലുള്ള പരീക്ഷകൾക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് കറണ്ട് അഫേഴ്സ്. SCERT പാഠഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നത് പോലെ തന്നെ കറണ്ട് അഫേഴ്സ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 20 മാർക്കോളമാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക്. അപ്പൊ നമുക്ക് MTയെ പഠിക്കാലോ. ഉറപ്പായിട്ടും ചോദ്യം ഈ ക്ലാസ്സിന് കിട്ടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കൂട്ടുകാരെ, പാലക്കാട് കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കൊക്കെ അറിയാം. കൂടല്ലൂരിന്റെ കഥാകാരനാണ് MT വാസുദേവൻ നായർ, അല്ലെ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട MT ജനിച്ച വർഷം, ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ച് നിങ്ങൾ എല്ലാവരും. എന്നാടാ? 1933 ജൂലൈ മാസം 15-ാം തീയതി. 1933 ജൂലൈ മാസം 15-ാം തീയതി ഒരു കർക്കിടകത്തിൽ, ഉത്രട്ടാതി നാളിൽ. അതൊന്നും പഠിക്കണ്ട, പക്ഷെ നിങ്ങൾ ആ സ്ഥലം പഠിച്ചു വെക്കണം. പാലക്കാടാണ്. കാരണം MT എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ നാട് കോഴിക്കോടാണ് പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് വരിക, അല്ലെ? MT ജനിച്ചത് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാം. പാലക്കാട് ജില്ലയിൽ കൂടല്ലൂരിൽ 1933 ജൂലൈ 15-ന് പുന്നയൂർക്കുളം T നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായിട്ടാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ MT. ആ രണ്ടക്ഷരം MT ഉറപ്പിച്ചോ നിങ്ങൾ? ഇങ്ങനെ ഒരു ചോദ്യം ഒരുപക്ഷെ വരും PSC പരീക്ഷയിൽ. എന്താണ് MT വാസുദേവൻ നായരുടെ പൂർണ്ണ പേര്? അല്ലെ? മാടത്ത് 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 തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ കൂട്ടുകാരെ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായറാണ് നമ്മുടെ MT. അപ്പൊ MT എന്നുള്ള ആ രണ്ടക്ഷരം, മാടത്തു തെക്കേപ്പാട്ട് നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകൻ MT വാസുദേവൻ നായർ ജനിച്ചു 33-ൽ. അവിടെ ഒരു രസകരമായ ഫാക്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നോക്കൂ, 2024 ഡിസംബർ 26 ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ് ജി, അദ്ദേഹം അന്തരിച്ചു. ഡിസംബർ 26 MT മരണപ്പെട്ട് പിറ്റേന്ന് മൻമോഹൻ സിംഗ് മരണപ്പെട്ടു. അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം. MT ജനിച്ച വർഷം 1933 ആണെങ്കിൽ MT മരണപ്പെട്ട് പിറ്റേന്നാണല്ലോ ആര്? മൻമോഹൻ മരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വർഷം പിറകോട്ട് നോക്കൂ. ജനിച്ചത് ഒരു വർഷം പിറകോട്ട് നോക്കുക, മരണപ്പെട്ട പിറ്റേ ദിവസം. അപ്പൊ 1932-ലാണ് ആര് ജനിക്കുന്നത്? മൻമോഹൻ സിംഗ്. നമ്മുടെ ടെലഗ്രാം ചാനലും അല്ലാതെയൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർക്ക് അറിയുന്നതായിരിക്കും. അവിടെ മുൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ, മൻമോഹൻ സിംഗ് ജനിച്ചത് എവിടെയായിരുന്നു, ആ സ്ഥലം എന്ന് പറഞ്ഞ്. ഉറപ്പായിട്ടും നിങ്ങളോട് PSC പരിശോധിക്കും. കമന്റ് ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ മൻമോഹൻ സിംഗ് ജനിച്ചതൊക്കെ നമുക്ക് പിന്നീട് പറയാം. MT വാസുദേവൻ നായർ കൂടല്ലൂരിൽ ജനിച്ചു. ക്ലിയർ ആണോ മക്കളെ? മറ്റു ഒട്ടനവധി പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവിടെ അച്ഛന്റെയും അമ്മയുടെയും പേര് പഠിച്ച സ്ഥിതിക്ക് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ പേര് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ പേര് പ്രമീള എന്നായിരുന്നു. എന്തായിരുന്നു മക്കളെ? പ്രമീള എന്നാണ്. പഠിച്ചു വെക്കണേ. എന്നാൽ പിന്നീട് ഇദ്ദേഹം വിവാഹം കഴിച്ചത് പ്രശസ്ത നർത്തകിയായിട്ടുള്ള കലാമണ്ഡലം സരസ്വതിയാണ്. കലാമണ്ഡലം സരസ്വതി കേട്ടോ. സരസ്വതി അമ്മയും ഇദ്ദേഹവും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ. അപ്പൊ പ്രമീള സരസ്വതി, ഇത് വെച്ചുകൊണ്ട് ഞാൻ ഒരു പൊടിക്കൈ പറഞ്ഞു തരട്ടെ നിങ്ങളോട് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടോ. ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ പ്രമീള. അവിടെ ല എന്നുള്ളൊരു പേര് ആലോചിക്കുക. നിലവിലുള്ള ഭാര്യയോട് സ്നേഹമുള്ളത് കൊണ്ട് അദ്ദേഹം അവരുടെ പേരിന്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ എടുക്കുന്നു. സരസ്വതി, സര. ആദ്യത്തെ പ്രമീളയുടെ ല എടുക്കുന്നു. ഇത് പഠിക്കാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പറയുകയാണേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. K സരള, സരള, സരള എന്നൊരു പേര്, അല്ലെ? സരള, സരള. നോക്കൂ, K സരള പേര് കിട്ടണം. അവിടെയാണ് കണക്റ്റഡ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. കാരണം എന്താണ്? സരസ്വതി, പ്രമീള, അല്ലെ? അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കടാ. അപ്പൊ നമുക്ക് കിട്ടും K സരള എന്ന തൂലികാനാമത്തിൽ. എന്താണ് മക്കളെ? K സരള എന്ന തൂലികാനാമത്തിൽ
ബാല്യസാഹിത്യ കൃതികൾ എഴുതിയ സാഹിത്യകാരനാണ് നമ്മുടെ എം ടി. നിളയുടെ കഥാകാരനാണ് എം ടി. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിളയുടെ കഥാകാരൻ എം ടി ആണ്. കേരള ഹെമിംഗ്വേ. ഒരുപാട് തവണ ചോദിച്ചു, ഇനിയും ചോദിക്കും. കേരള ഹെമിംഗ്വേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എന്നറിയപ്പെടുന്നത് എം ടി ആണ്. കേരള ഹെമിംഗ്വേ, നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ. പ്രത്യേകിച്ച് പറയണോ, കൂടല്ലൂരിലെ ജനിച്ചത്. നോക്കൂ, ഗൃഹാതുരത്വത്തിന്റെ കഥാകാരൻ എന്നും എം ടിയെ വിളിക്കാറുണ്ട്. ഗൃഹാതുരത്വത്തിന്റെ കഥാകാരൻ. അപ്പൊ അത് സെറ്റാണ്. എം ടിയെ കുറിച്ച് ചില പ്രധാനപ്പെട്ട വസ്തുതകൾ, അത്യാവശ്യം അപൂർവമായ വസ്തുതകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എം ടി വാസുദേവൻ നായർ തന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ആദ്യമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു എഴുത്ത് എന്ന് പറയുന്നത് ഒരു ഉപന്യാസമായിരുന്നു. നോക്കൂ, ഗുരുവായൂരിൽ നിന്ന് സി ജി നായർ പ്രസിദ്ധീകരിച്ച ഒരു പ്രസിദ്ധീകരണമുണ്ട്. അതിന്റെ പേരാണ് കേരള ക്ഷേമം. നോക്കണേ, കേരള ക്ഷേമമാണ്. ക്ഷേമം. ആ ക്ഷേമം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്ന് പറയുന്ന ഒരു കൃതി. എന്താണ് ആ കൃതി? പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്ന് പറയുന്ന ഒരു കൃതി എം ടി വാസുദേവൻ. കൃതി എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഇതൊരു ഉപന്യാസമാണ്. അദ്ദേഹം രചിച്ചു ആദ്യമായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഉപന്യാസം ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട രചന എന്ന് പറയുന്നത് ഈ ഒരു ഉപന്യാസമായിരുന്നു. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ഇതാ നോക്കൂ, തൊട്ടടുത്ത് വരുന്നുണ്ട് 1948. പഠിക്കാൻ ഒരു പൊടിക്കൈ പറഞ്ഞു തന്നേക്കാം മക്കളെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു 47. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പിറ്റേത്തെ വർഷം മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി അല്ലെ വിഷു ആഘോഷിച്ചു. ഇന്ത്യക്ക് എന്തായാലും സ്വാതന്ത്ര്യം കിട്ടി 47, അടിച്ചു പൊളിച്ചു. അദ്ദേഹം ആദ്യമായിട്ടൊരു കഥ എഴുതുകയാണ്. അത് വിഷു ആഘോഷത്തെ കുറിച്ചാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഹാപ്പി അല്ലെ, പടക്കം പൊട്ടിക്ക്, അപ്പൊ വിഷു ആഘോഷിക്ക്. എവിടെയാണ് എന്നറിയോ? ചിത്ര കേരളം. വിഷുവിന്റെ ആഘോഷം, ആ ഒരു അല്ലെ രസകരമായ ഓർമ്മകളൊക്കെ ഒരു ഫോട്ടോ. ചിത്ര കേരളം എന്ന് പറയുന്ന മാസികയിൽ ഒന്ന് പഠിച്ചു വെച്ചേ. 48 ചിത്ര കേരളം എന്ന് പറയുന്ന മാസികയിൽ, മദ്രാസ് ആസ്ഥാനമായുള്ള ചിത്ര കേരളം എന്ന മാസികയില് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ വരുന്നു, വിഷുവാഘോഷം. 1 മാർക്ക്. എങ്ങനെയാണ് മറ്റൊരു പോയിന്റ് കണക്ട് ചെയ്യാം, പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥയാണ് വിഷുവാഘോഷം. 48 നിങ്ങളുടെ മനസ്സിലുണ്ട് ഇല്ലടാ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളം രൂപീകരിക്കുന്നു 1956. 56 സെറ്റാണേ. ആ 56 കഴിഞ്ഞ് പിറ്റേത്തെ വർഷം എന്ന് വെച്ചാൽ EMS അധികാരത്തിൽ വരുന്ന 57. ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നു 47. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ വിഷുവാഘോഷം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം കേരളം രൂപീകരിച്ച് പിറ്റേത്തെ വർഷം നോക്കൂ, ഇവിടെ ഞാനൊരു കണക്റ്റഡ് ഫാക്ട് പറയാം. പാതിരാവും പകൽ വെളിച്ചവും കൃത്യമായിട്ട് പഠിച്ചോളുക. പാതിരാത്രി നല്ല പകൽ വെളിച്ചമാണ് അല്ലെ, സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്. EMS ഏലംകുളം മനക്കിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. നമ്മൾ EMSന്റെ കോഡൊക്കെ പഠിക്കാറില്ലേ അല്ലെ? എർത്ത്, മൂൺ, സണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന സൂര്യഗ്രഹണം, അതിന്റെ പൊസിഷൻ ഒക്കെ പഠിക്കാറുണ്ട്. അപ്പൊ EMS അധികാരത്തിൽ വരുന്നു, അല്ലെങ്കിൽ കേരളം രൂപീകരിച്ച് പിറ്റേത്തെ വർഷം ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പിറ്റേത്തെ വർഷം ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ. അങ്ങനെ പഠിച്ചൂടെ? ആദ്യം വിഷുവാഘോഷമാണെങ്കിൽ 57 ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവും. പാതിരാവും പകൽ വെളിച്ചവും പഠിച്ചു. സെറ്റാണ്. അവിടെയാണ് ചില 2-3 എക്സ്ട്രാ പോയിന്റ് പറയാനുള്ളത്. നോക്കൂ, 1953 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പക്ഷേ ടെൻസിങ്ങും ഹിലാരിയും ഒക്കെ ഉണ്ട് അല്ലെ? ഇവരിങ്ങനെ എവറസ്റ്റിലേക്ക് പോയൊരു കഥ ഓർമ്മയുണ്ടാവും. ഓർമ്മയുള്ളവരുണ്ടോ? PSCയുടെ PYQ അല്ലെ? എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കിയത് 1953 ഭയങ്കര അല്ലെ സംഭവം തന്നെയാണ്. രക്തം പുരണ്ട കാലുകളുമായി ഇങ്ങനെ നടന്ന് എവറസ്റ്റിലേക്ക് കയറണം. ആ ഒരു കാലഘട്ടം 1953 മനസ്സിൽ കയറിക്കേ. എന്നിട്ട് ആലോചിച്ച് നോക്കിക്കേ, എം ടിയുടെ ആദ്യത്തെ കഥ വരുന്നു 48 വിഷുവാഘോഷമെങ്കിൽ കഥാസമാഹാരം വരുന്നു രക്തം പുരണ്ട മൺതരികൾ. രക്തം പുരണ്ട മൺതരികളാണ്. രക്തം പുരണ്ട മൺതരികൾ പഠിച്ചു വെച്ചേക്കണം. രക്തം പുരണ്ട മൺതരികൾ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരം 1953. ക്ലിയർ ആണോ? ആ വർഷം കിട്ടുമല്ലോ? കിട്ടും. പിറ്റേത്തെ വർഷം തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു ചെറുകഥ എഴുതുക. ആ ചെറുകഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, പഠിച്ചു വെക്കണം. വളർത്തുമൃഗങ്ങൾ. 1954 മാതൃഭൂമി നടത്തിയ, മാതൃഭൂമിയുടെ ഒരുപാട് കാലം അതിന്റെ തലപ്പത്തിരുന്ന ഒരു മഹാനായ എഴുത്തുകാരനാണ് എം ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വലിയ പുരസ്കാരം എന്ന് പറയുന്നത് ആക്ച്വലി മാതൃഭൂമി അവിടെ അവർ നടത്തിയ ഒരു കഥാ മത്സരത്തില് ഇദ്ദേഹത്തിന്റെ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയ്ക്ക് 1ാം സ്ഥാനം കിട്ടുകയാണ് 1954. അദ്ദേഹത്തിന്റെ ഒരു നാൾവഴികളിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. 48 കഥ വിഷുവാഘോഷം, 53 കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ, 54 എത്തി നിൽക്കുമ്പോൾ വളർത്തുമൃഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ച മക്കളെ എല്ലാവരും പഠിച്ച് 54 വളർത്തുമൃഗങ്ങൾ.
അതോടെ സാഹിത്യരംഗത്ത് അദ്ദേഹം ശ്രദ്ധേയമാവുകയാണ്. സർക്കസ് കലാകാരന്മാരുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് ചിത്രീകരിക്കുന്ന ഒരു കൃതി, ഒരു ചെറുകഥയായിരുന്നു വളർത്തുമൃഗങ്ങൾ. പശുവിനെ കുറിച്ചോ ആടിനെ കുറിച്ചോ ഒന്നും അല്ലട മക്കളെ. വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന MTയുടെ ചെറുകഥയിൽ പരാമർശിച്ചിരിക്കുന്നത് സർക്കസ് കലാകാരന്മാരുടെ ദയനീയാവസ്ഥയാണ്. നന്നായിട്ട് പഠിച്ചു വെച്ചേ. നോക്കൂ, അടുത്തൊരു പോയിന്റ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി, ഏറ്റവും പ്രധാനപ്പെട്ട നോവൽ ആണ് അല്ലെ, നാലുകെട്ട്. എല്ലാവർക്കും അറിയാം നാലുകെട്ട് ആരുടേതാണ്? MTയുടേതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അപ്പുണ്ണി, കോന്തുണ്ണി അല്ലെ, കൊന്തനായ അപ്പുണ്ണി നാലുകെട്ടിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഫുൾ ടൈം. നാലുകെട്ടിനുള്ളിൽ ഈ പറയുന്ന കേരളത്തിലെ നായർ തറവാടുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് വരച്ചൊരു ചിത്രം നമുക്ക് തന്നത് ഈ പറയുന്ന MT അല്ലേ. അതുകൊണ്ട് തന്നെ നാലുകെട്ട് എന്ന് പറയുന്ന ബൃഹത്തായ മനോഹരമായ ആ ഒരു നോവൽ, ആ നോവലിലെ കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി, കോന്തുണ്ണി. ഏത് വർഷം? നാലുകെട്ട് 58, 8, 4, 4 ഡബിൾ അല്ലെ. അപ്പൊ നോക്കൂ, 1958 അദ്ദേഹത്തിന്റെ നാലുകെട്ട് പ്രസിദ്ധീകരിച്ചു. EMS അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നു. 56 കേരളം രൂപീകരിച്ച പിറ്റേന്ന് 57 അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവുമാണെങ്കിൽ, നോക്കൂ 59 EMSന്റെ മന്ത്രിസഭ താഴെ വെക്കുന്നു. 1959 ജൂലൈ 31 വിമോചന സമരം ഓർമ്മയില്ലെങ്കിൽ. അപ്പൊ 1959 എന്ന് വെച്ചാൽ നാലുകെട്ട് എഴുതി പിറ്റേത്തെ വർഷം 59 അങ്ങനെ പഠിച്ചു വെച്ചോ. 1959 അങ്ങനെ പഠിച്ചു വെച്ചോ. നോക്കൂ നോക്കൂ നോക്കൂ, ഇഷ്ടപ്പെട്ട് പഠിക്കണേ. 57 ഇപ്പം പറഞ്ഞു പാതിരാവും പകൽ വെളിച്ചവും. 58 നാലുകെട്ട്. 59 നാലുകെട്ട് എന്ന് പറയുന്ന ആ ഒരു കൃതിക്ക് എന്ത് അവാർഡാണ് കിട്ടുന്നത് കൂട്ടുകാരെ? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടുകയാണ്. കൃത്യമായിട്ട് പഠിച്ചോളാം കേട്ടോ. നാലുകെട്ട് എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടുന്നു 1959. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങൾ കിട്ടുന്നുണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കണം. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് 59 കേരള സാഹിത്യ അക്കാദമിയാണ്, നാലുകെട്ടാണ്. ഇനി നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു നായർ തറവാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം രചിച്ച പ്രധാനപ്പെട്ട 3 നോവലുകളുണ്ട്. ഒന്ന് നാലുകെട്ടാണ്, മറ്റൊന്ന് അസുരവിത്താണ്, മറ്റൊന്ന് കാലമാണ്. പഠിച്ചു വെച്ചേക്കുക. PSC പരീക്ഷ എപ്പോഴും ചോദിക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. നാലുകെട്ടിൽ അപ്പുണ്ണിയും കോന്തുണ്ണിയുമാണെങ്കിൽ നോക്കൂ, അസുരവിത്ത് എന്ന് പറയുന്ന കൃതിക്കകത്ത് ഗോവിന്ദൻ കുട്ടിയാണ്. ഗോവിന്ദ, അസുരന്റെ സ്വഭാവം എടുക്കരുത് അല്ലേ. അസുരവിത്ത് ഗോവിന്ദൻ കുട്ടി. പഠിക്ക ഗോവിന്ദൻ കുട്ടി അസുരവിത്ത്. അങ്ങനെയാണെങ്കിൽ സേതുമാധവൻ കാലം എന്ന് പറയുന്ന കൃതി എപ്പോഴും PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇത്തരം കഥാപാത്രങ്ങൾ പഠിക്കണേ. കാലം എന്ന കൃതിയിലാണ് സേതുമാധവൻ. വാനപ്രസ്ഥം എന്ന് പറയുന്ന കൃതി എന്നാണ് കരുണാകരൻ മാഷും വിനോദിനിയും. വേണമെങ്കിൽ ആലോചിച്ച് വെച്ചോ. നമ്മുടെ കരുണാകരൻ അറിയില്ലേ അല്ലെ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി. ഇപ്പൊ കരുണാകരൻ അദ്ദേഹം വിനോദയാത്ര പോയത് വനത്തിലേക്കാണ് ആലോചിച്ച് വെച്ചത്. വിനോദിനി വിനോദയാത്ര, കരുണാകരൻ വാനപ്രസ്ഥം. അതുപോലെ ഭീമൻ എന്ന ക്യാരക്ടർ നോക്കൂ, ഇവിടെ ഒരു ഇത് ഭാഗം മുറിക്കണം കേട്ടോ. ഭീമൻ 2-ാം ഊഴത്തിലാണ്. അതുപോലെ തന്നെ വാരാണസി എന്ന് പറയുന്ന കൃതിയിലാണ് സുധാകരൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പക്ഷേ അപ്പുണ്ണി, കോന്തുണ്ണി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗോവിന്ദൻകുട്ടിയും സേതുമാധവനും ഒക്കെ നമുക്ക് കിട്ടും. സുധാകരൻ ചിലർക്കെങ്കിലും അറിയത്തുണ്ടാവില്ല. പഠിച്ചു വെച്ചേക്കുക. അദ്ദേഹത്തിന്റെ വാരാണസി എന്ന് പറയുന്ന നോവൽ, വാരാണസി എന്ന് പറയുന്ന കൃതിയിലാണ് സുധാകരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉള്ളത്. കൃത്യമായിട്ട് പഠിക്കും. ഈ ക്ലാസ് കാണുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയുമെങ്കിൽ എല്ലാവരും കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഭ്രാന്തൻ വേലായുധൻ ഒന്ന് കമന്റ് ചെയ്തോളാം മക്കളെ, എല്ലാവരും കമന്റ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണോട് ഞാൻ പറയാം. സർദാർജി PYQ ആണ്. വിമലയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. സർദാർജി, വിമല, 2 കഥാപാത്രങ്ങൾ. മഞ്ഞ്. ഇപ്പൊ മഞ്ഞെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ മഞ്ഞിലെ ഈ ഉത്തരേന്ത്യ വെച്ച് നോക്കും കുറവല്ലേ. ഇപ്പൊ മഞ്ഞിൽ മൂടി നിൽക്കുന്ന ഉത്തരേന്ത്യ, ഇപ്പൊ പഞ്ചാബ് അല്ലെങ്കിൽ ഡൽഹി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരുപാട് സർദാർമാരുണ്ട്. അല്ലെങ്കിൽ സർദാർജി അവിടെയാണ് വിമല. നോക്കൂ, നാലുകെട്ടിൽ അപ്പുണ്ണിയും കോന്തുണ്ണിയും ഗോവിന്ദൻകുട്ടിയും ഒക്കെ എഴുതിയ MT ഇതാ ദൂരേക്ക് പോവുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരം പശ്ചാത്തലമായ കേരളത്തിന്റെ വള്ളുവനാട് നിന്ന് മാറിക്കൊണ്ട് നൈനിറ്റാൾ ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇടാം. നോക്കൂ, നോട്ട് ചെയ്ത് നോക്കണേ. നൈനിറ്റാൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ അതിനെ പശ്ചാത്തലമാക്കി രചിച്ച നോവലാണ് മഞ്ഞ്. അവിടെ ഏതാണ് ക്യാരക്ടേഴ്സ്? സർദാർജി. അതുപോലെ തന്നെ വിമല MTയുടെ ബോധധാര നോവലാണ് മഞ്ഞ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഇദ്ദേഹത്തിന്റെ ആദ്യമായി ചലച്ചിത്രമാക്കപ്പെട്ട
ഇദ്ദേഹത്തിന്റെ ചലച്ചിത്രമാക്കപ്പെട്ട MTയുടെ ആദ്യ നോവലാണ് മഞ്ഞ്. കൃത്യമായിട്ട് പഠിക്കണം. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. മഞ്ഞ് എന്ന് പറയുന്ന കൃതിയിലെ ഒരു കഥാപാത്രം പറയുന്ന ഡയലോഗാണ്. സർദാർജി എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നു, നോക്കൂ, നമ്മെ വിട്ടു പിരിഞ്ഞു അല്ലെ, വല്ലാത്തൊരവസ്ഥയിൽ ഇതാ MTയെ കുറിച്ച് പറയുമ്പോൾ ജീവിതം എന്ന വലിയ നുണ, മരണം എന്ന വലിയ സത്യം. MT നമ്മോടൊപ്പം ഇല്ല ഇപ്പോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ പഠിക്കുന്നത്. ചിലർ ചിന്തിക്കും, ഓ MT മരിച്ചത്, ഞാൻ ഈ PSC ഇതൊക്കെ പഠിക്കേണ്ടി വന്നല്ലോ എന്ന് ചിന്തിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് മഞ്ഞ് എന്ന് പറയുന്ന കൃതിയിലെ ഒരു ക്യാരക്ടറിന്റെ ഡയലോഗാണ്. അപ്പൊ ഇനി നമുക്ക് MTയുടെ ചില പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നോക്കിയാലോ. കൃത്യമായിട്ട് മുഴുവനും പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. 1959 നാലുകെട്ട് എന്ന് പറയുന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോവലിന് കിട്ടുന്നു. കാലം എന്ന് പറയുന്ന കൃതിക്ക് നോക്കൂ, 70 വർഷം കൃത്യമായിട്ട് പഠിക്കണം. കാലം എന്ന് പറയുന്ന കൃതി സേതുമാധവൻ അല്ലെ, ആ ക്യാരക്ടറുള്ള കാലം, ആ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1970 കിട്ടുന്നു. ദെൻ കൂട്ടുകാർ നോക്കൂ, 73 ഒരു സിനിമ പുറത്തിറങ്ങുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത, MT സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ ഏത് ചോദിക്കാം. MT സംവിധാനം ചെയ്ത നിർമാല്യത്തിന് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സുവർണ മെഡൽ കിട്ടുന്നു 1973 അല്ലെ. ഒരു കാലം മലയാളക്കരയാകെ ഇളക്കി മറിച്ച ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നൊരു പക്ഷേ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങാൻ പറ്റുമോ, തിയേറ്ററുകളൊക്കെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. അത്രയേറെ മനോഹരമായിട്ട് PJ ആന്റണി എന്ന് പറയുന്ന നടൻ അല്ലെ, അദ്ദേഹം ആ ഒരു വെളിച്ചപ്പാടിന്റെ ക്യാരക്ടറൊക്കെ ചെയ്ത് നിങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. നിർമാല്യം എന്ന് പറയുന്ന സിനിമ. ആ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 73 സിനിമ പുറത്തിറങ്ങുന്നത്. ആ 73 വർഷത്തെ പുരസ്കാരമാണ് നൽകുക. പക്ഷെ പിറ്റേത്തെ വർഷം നൽകും കേട്ടോ. അതുകൊണ്ട് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണങ്ങൾ 74 നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ 1973 നിർമാല്യം പുറത്തിറങ്ങുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടുന്നുണ്ട്. ആ സിനിമയിൽ അഭിനയിച്ച PJ ആന്റണിക്ക് നോക്കൂ, മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട് ഭരത് അവാർഡ്, ദേശീയ മികച്ച സിനിമാ നടനുള്ള അവാർഡ് കിട്ടുകയാണ് PJ ആന്റണിക്ക്. അപ്പൊ അതുകൂടി ഓർത്ത് വെക്കുക. കേരള സംസ്ഥാനത്തെ ചലച്ചിത്ര പുരസ്കാരം കിട്ടുന്നുണ്ട് നിർമാല്യത്തിന്. 3ഓളം പുരസ്കാരങ്ങൾ, തിരക്കഥയും സംവിധാനം ഉൾപ്പെടെ 3ഓളം പുരസ്കാരങ്ങൾ കേരള സംസ്ഥാന പുരസ്കാരവും നിർമാല്യത്തിന് കിട്ടുന്നുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് 59 കിട്ടിയതിനു ശേഷം പിന്നീട് 82 കിട്ടുന്നുണ്ട്, 86 കിട്ടുന്നുണ്ട്. അപ്പൊ 3 വർഷങ്ങളിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടുന്നു. 59 4 കിട്ടുന്നു. 82 ഇദ്ദേഹത്തിന്റെ നാടകത്തിന് കിട്ടുന്നു. എന്താണ് അതൊരു രസം എന്ന് പറയുന്നത് നിങ്ങൾക്ക്. MT ഒരേ ഒരു നാടകമേ കുഞ്ഞുങ്ങളെ രചിച്ചിട്ടുള്ളൂ. ആ നാടകത്തിന് 1982 എന്ത് കിട്ടുന്നു, അവാർഡ് കിട്ടുന്നു. ഗോപുര നടയിൽ. ഏതാണ്, ഒരു ഗോപുര നടയിലാണ് അദ്ദേഹം എഴുതിയ നാടകം. MT രചിച്ച ഒരേ ഒരു നാടകം ഗോപുര നടയിൽ. പഠിച്ചേ. MT രചിച്ച ഒരേ ഒരു നാടകം ഗോപുര നടയിൽ 1982 ഈ ഒരു നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. ദെൻ 1985 രണ്ടാം ഊഴം എന്ന് പറയുന്ന കൃതി, ഭീമൻ ക്യാരക്ടറായി വരുന്ന ഏറ്റവും മികച്ച ഒരു കൃതിയല്ല രണ്ടാം ഊഴം. അതിന് വയലാർ അവാർഡ്. ഭീമൻ അല്ലെങ്കിൽ രണ്ടാമത് 2 വയൽ ഇങ്ങനെ ഭീമൻ നിൽക്കുന്നു. അങ്ങനെ ആലോചിച്ച് നോക്കുക. 1985 അല്ലെ, നിങ്ങൾക്കറിയാം. 1985 വയലാർ അവാർഡ്. 82 നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി. 85 വയലാർ രണ്ടാം ഊഴം. വയലാർ അവാർഡ് കിട്ടിയത് രണ്ടാം ഊഴം. ചെറുകഥ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇദ്ദേഹത്തിന് വീണ്ടും കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുകയാണ്. ഏതാണ് ചെറുകഥ? ഒരു ചെറിയ കഥ. സ്വർഗം തുറക്കുന്ന സമയം, ഗോപുര നടയിൽ, 4 കെട്ട്, 3 കൃതികൾ മറക്കരുത്. 59 4 കെട്ട് നോവൽ, ഗോപുര നടയിൽ നാടകം 82, 86 ചെറുകഥ സ്വർഗം തുറക്കുന്ന വാതിൽ പഠിച്ചു വെച്ചേക്കുക. ഓടക്കുഴൽ പുരസ്കാരം കിട്ടുന്നു 1993. ഓടക്കുഴൽ പുരസ്കാരം കിട്ടുന്നു 1993. അദ്ദേഹത്തിന്റെ വാനപ്രസ്ഥം എന്ന് പറയുന്ന കൃതിക്കാണ് ഓടക്കുഴൽ അല്ലെ. MTക്ക് ഓടക്കുഴൽ വിളിച്ചത് വനത്തിനകത്ത് പോയിട്ടാണെന്ന് വേണേ ആലോചിച്ചു. നേരത്തെ കരുണാകരൻ മാഷും വിനോദിനിയും പറഞ്ഞില്ലേടാ, വനത്തിലേക്ക് ടൂറ് പോയത് കരുണാകരൻ, വിനോദിനി, വിനോദയാത്ര അല്ലെ. അപ്പൊ വിനോദിനി, കരുണാകരൻ മാഷ് പറഞ്ഞ ആ വാനപ്രസ്ഥം എന്ന് പറയുന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം 1993 കിട്ടുന്നു. ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം സ്റ്റാർ ഇട്ട് വെക്കുന്നു, 1995. ഭാരതത്തിന്റെ പരമോന്നത സാഹിത്യ മേഖലയിലെ പുരസ്കാരമായ ജ്ഞാനപീഠത്തിൽ MT വാസുദേവൻ നായർ മുത്തമിടുന്നു. 1995 ഉറപ്പിച്ച ചോദ്യം. കൃത്യം 10 വർഷം കഴിയുന്നു മക്കളെ. 2005 അദ്ദേഹത്തിന് മാതൃഭൂമി പുരസ്കാരം കിട്ടുന്നുണ്ട്. ഏതാണ് അദ്ദേഹത്തിന്റെ എല്ലാമായിരുന്ന മാതൃഭൂമി
ആ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2005 കിട്ടുന്നു. അതല്ല ഇമ്പോർട്ടന്റ്. 2005 അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടുന്നു. എന്നാൽ 10 വർഷം 95 ജ്ഞാനപീഠം, 2005 പത്മഭൂഷൺ, 2025 അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്ന പറയില്ല, നമുക്ക് പത്മവിഭൂഷൺ ആയിട്ട് മാറുന്നു. മരണാനന്തരം 2025 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടുന്നു. രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരമായ രണ്ടാമത്തെ, ഭാരതത്തിന് കഴിഞ്ഞാൽ പത്മവിഭൂഷൺ അത് കിട്ടുകയാണ് 2025. 95 ജ്ഞാനപീഠം, 2005 പത്മഭൂഷൺ, 2025 പത്മവിഭൂഷൺ. ക്ലിയർ? അവിടെയാണ് 2005 മാതൃഭൂമി ഞാൻ പറഞ്ഞല്ലോ, 95 ജ്ഞാനപീഠമൊക്കെ കിട്ടി. ഇത്രയും പ്രധാനപ്പെട്ട പുരസ്കാരം കിട്ടിയപ്പം കാലിക്കറ്റ് സർവകലാശാല അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? ഡോക്ടറേറ്റ് ഡിലീറ്റ് നൽകുന്നു. 96 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 2011 ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാർ ഇട്ട് വെക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. എഴുത്തച്ഛൻ അവാർഡുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. മരണപ്പെട്ട സാഹിത്യകാരന്മാരെ കുറിച്ച് തീർച്ചയായിട്ടും ചോദിക്കും. 2011 പഠിക്കുക. എഴുത്തച്ഛൻ 2011. 2013 JC ഡാനിയൽ പുരസ്കാരം, ഇതും പഠിക്കണം. കാരണം അദ്ദേഹം സിനിമാ മേഖലയിൽ എല്ലാമാണ്. അപ്പൊ മലയാളത്തിലെ സിനിമാ മേഖലയിൽ പരമോന്നത പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം കിട്ടുന്നു 2013. 11 എഴുത്തച്ഛൻ. ക്ലിയർ? 2013 ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് നൽകുന്നുണ്ട് കേട്ടോ. 2013. 2018 ഇദ്ദേഹത്തിന് ONV സാഹിത്യ പുരസ്കാരം കിട്ടുന്നു. ഒരു PYQ ആണ്, പഠിച്ചു വെച്ചേക്കുക. 2018 ONV സാഹിത്യ പുരസ്കാരം. 2022 മക്കളെ ഇമ്പോർട്ടന്റ് ആണ്, കേരള സർക്കാർ നൽകുന്ന പ്രഥമ കേരള ജ്യോതി പുരസ്കാരം. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന കേരള പുരസ്കാരങ്ങളിലെ കേരളശ്രീ, കേരള ജ്യോതി പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ കേരള ജ്യോതി കിട്ടിയത് MT വാസുദേവൻ നായർ. അതുപോലെ തന്നെ 2023 കേരളത്തിന്റെ നിയമസഭ നൽകുന്ന ഒരു സാഹിത്യ പുരസ്കാരമുണ്ട്. കേരള നിയമസഭ ലൈബ്രറി നൽകുന്ന ഒരു സാഹിത്യ പുരസ്കാരം. അത് ആക്ച്വലി ആദ്യം കിട്ടുന്നത് T പത്മനാഭനാണ്. എന്നാൽ രണ്ടാമത്തത് 2023 കിട്ടുന്ന ആർക്കാണ്? MT വാസുദേവൻ നായർക്ക്. പഠിക്കാൻ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ആ ട്രിക്ക് ഇങ്ങനെയാണ്. 2022 ആദ്യത്തെ കേരള ജ്യോതി എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ജിക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലും ചോദിക്കും. ആദ്യമായിട്ട് കേരളത്തിൽ കേരള ജ്യോതി കിട്ടിയ MTക്കാണ്. നിയമസഭയുടെ ആദ്യത്തെ പുരസ്കാരം കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാൽ അത് T പത്മനാഭനാണ്. നിയമസഭയുടെ ആദ്യത്തെ ലൈബ്രറി പുരസ്കാരം T പത്മനാഭൻ. ഓക്കെ, 2 കിട്ടി ആദ്യത്തെ. ഇനി ഒന്ന് തിരിച്ചു പഠിച്ചേ. നിയമസഭയുടെ രണ്ടാമത്തെ പുരസ്കാരം കിട്ടിയത് MT വാസുദേവൻ നായർക്കാണ്. കിട്ടുന്നുണ്ടോ? നിയമസഭയുടെ രണ്ടാമത്തെ പുരസ്കാരം കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേരള ജ്യോതി ആർക്കാണ്? ഒന്ന് കമന്റ് ചെയ്തേ. അത് T പത്മനാഭനാടാ. അങ്ങനെ പഠിക്കാൻ പറ്റില്ലേ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് 2 പോയിന്റുകൾ ഇവിടെ ക്ലിയർ ആവും. കേരള ജ്യോതി ആദ്യം കിട്ടിയത് MTക്കാണ്. കേരള ജ്യോതി രണ്ടാമത് T പത്മനാഭനാണ്. കേരളത്തിലെ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ആദ്യം കിട്ടിയത് T പത്മനാഭനാണ്. അപ്പൊ നിയമസഭയുടെ അവിടെ പോയതാ, നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം സെക്കൻഡ് കിട്ടുന്ന ആർക്കാണ്? MTക്കാണ് കേട്ടോ. ആദ്യം പത്മനാഭൻ. അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയാൽ മതി. പിന്നീട് ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് 2024 മാനവ സംസ്കൃതിയുടെ 2024 PT തോമസ് പുരസ്കാരം കിട്ടുന്നത് MTക്കാണ്. 2024 ഡിസംബർ 25 ഞാൻ പറഞ്ഞു, അദ്ദേഹം മരണപ്പെടുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. MT വാസുദേവൻ നായരുടെ അന്ത്യവിശ്രമ സ്ഥലം കൊള്ളുന്നത് സ്മൃതി പദമാണ്, കോഴിക്കോട് സ്മൃതി പദമാണ്, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ സിനിമകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ഒരു ചെറുകഥ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ. അതിനെ ആധാരമാക്കി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു നിർമാല്യം. 1973 ഞാൻ നേരത്തെ പറഞ്ഞു, ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ വാരിക്കൂട്ടിയ സിനിമയാണ് ഇത് നിർമാല്യം എന്ന് പറയുന്ന സിനിമ. നിർമാല്യം അദ്ദേഹത്തിന്റെ സംവിധാനത്തിലുള്ള സിനിമയാണ്. ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അല്ലേ വടക്കൻ വീരഗാഥ ഉണ്ടല്ലോ, പഴശ്ശിരാജയൊക്കെ ഉണ്ടല്ലോ, MTയെ കുറിച്ച് എത്ര സിനിമകൾ നമ്മൾ പറയാനുണ്ട്. അതൊക്കെ എവിടെ പോയി? അതൊക്കെ അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകളാണ്. അപ്പൊ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിർമാല്യം, ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി. നിർമാല്യമൊക്കെ തൊഴുത് ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ഇങ്ങനെ കടവിലേക്ക് വരുന്ന വഴി നല്ല മഞ്ഞായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു വാരിക്കുഴി ഉണ്ടല്ലോ, അതിനകത്ത് വീണ് ബന്ധനസ്ഥനായി പോയി. ആര്? MT. അങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പൊ MT രാവിലെ തന്നെ ഇന്നല്ലേ അമ്പലത്തിൽ നിന്ന് നിർമാല്യമൊക്കെ, അങ്ങനെ പറയുമോ? നിർമാല്യം എനിക്കറിയില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഞാൻ ചുമ്മാ ഇപ്പൊ ഉണ്ടാക്കിയതാണ്, പെട്ടെന്ന് മനസ്സ് പറഞ്ഞാണ്. അപ്പൊ MT ഇങ്ങനെ നിർമാല്യമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ കടവിലേക്ക് നടന്നു വരികയാണ്. നല്ല കോടമഞ്ഞാണ്, ഫുൾ മഞ്ഞാണ്. അപ്പൊ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി MT നിർമാല്യം ഒക്കെ അമ്പലത്തിൽ നിന്ന് നിർമാല്യം തൊഴുക, എന്താ പറയാ, എന്താണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ നിർമാല്യം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി. എനിക്ക് ആ സംഗതി അറിയില്ല കേട്ടോ, അമ്പലത്തിൽ എന്താ നിർമാല്യം, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഒരു ചെറു പുഞ്ചിരിയോട് അദ്ദേഹം വരികയാണ്, കടവിലെത്തുന്നു. അപ്പൊ അവിടെ ഒരു വാരിക്കുണ്ടായി, അതിനകത്ത് വീണ് അല്ലെ ഫുള്ള് മഞ്ഞായതുകൊണ്ട്
അങ്ങനെ ബന്ധനം, അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചാൽ ഇദ്ദേഹത്തിന് സിനിമകൾ കിട്ടും. അപ്പൊ എല്ലാം ഒന്നും ഞാൻ കോഡാക്കുന്നില്ല. MTയും NP മുഹമ്മദും ചേർന്ന് എഴുതിയ ഒരു നോവൽ ഉണ്ട്. ഇത് PYQ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അറബി പൊന്ന്. സോറി, 2 കഥാകാരന്മാർ കൂടി എഴുതിയ ഒരു നോവലാണ് അറബി പൊന്ന്. മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ അറബി അല്ലെ, അങ്ങനെ ആലോചിക്കുക. പൊന്ന്, MTയും NP മുഹമ്മദും അറബി പൊന്ന്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കൃതിയുണ്ട്. കാരണം SCRT പാഠഭാഗത്തുള്ള ഒരു കൃതി കൂടിയാണിത്. നിള നദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച്, നിളയുടെ കഥാകാരനാണല്ലോ, പലപ്പോഴായി എഴുതിയ പല ലേഖനങ്ങളും ചേർത്തുകൊണ്ട് അദ്ദേഹം കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിൽ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം. അപ്പൊ നിളയുമായി ബന്ധപ്പെട്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളൊക്കെ MT പലപ്പോഴായിട്ട് എഴുതി അതെല്ലാം ഒരു പുസ്തകമാക്കി മാറ്റി. കണ്ണാന്തളിപ്പൂക്കളുടെ കാലം പഠിച്ചു വെക്കുക. ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം ഞാനിവിടെ ഉൾപ്പെടുത്താം. അത് ഹെമിംഗ്വേ ഒരു മുഖവുര എന്ന കൃതി ആരുടേതാണ്? 2014 PSC ചോദിച്ച ചോദ്യമാണ് HSAക്ക്. ഹെമിംഗ്വേ ഒരു മുഖവുര എന്ന കൃതി എഴുതിയതാര്? ഹെമിംഗ്വേ ഒരു മുഖവുര എന്ന കൃതി എഴുതിയത് MT വാസുദേവൻ നായരാണെന്ന കാര്യം മറന്നു പോകണ്ട. ഇദ്ദേഹം എഴുതിയ ആദ്യത്തെ തിരക്കഥ, സിനിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നിർമ്മാല്യത്തെ കുറിച്ച്, ബന്ധനം, വാരിക്കുഴി, മഞ്ഞ് അല്ലെ, അതുപോലെ തന്നെ എന്താ പറഞ്ഞത് നേരത്തെ, കഥ മറന്നു പോയങ്ങളോടാ, ഒരു കടവ്, ഒരു ചെറു പുഞ്ചിരി ഒക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി തിരക്കഥയിലേക്ക് പോയ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ തിരക്കഥ മുറപ്പെണ്ണ്. 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ചോദ്യമാണ്. ഞാൻ റൗണ്ട് നോക്കുന്നു, പഠിച്ചേക്ക് എല്ലാവരും. ആദ്യത്തെ തിരക്കഥ മുറപ്പെണ്ണ്. നിർമാല്യം പഠിച്ചു, മുറപ്പെണ്ണ് പഠിച്ചു, പാതിരാവും പകൽ വെളിച്ചവും പഠിച്ചു അല്ലെ, വിഷു ആഘോഷം പഠിച്ചു. ഇതൊക്കെ ആദ്യത്തെ കഥ, ആദ്യത്തെ നോവൽ, ആദ്യത്തെ സിനിമ, ആദ്യത്തെ തിരക്കഥ. ഒരു ലിസ്റ്റ് തിരക്കഥയുണ്ട്. ഇത് ഞാൻ കോഡാക്കി ഇങ്ങനെ പറയുന്നൊന്നുമില്ല, നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക. ഇതിന്റെയൊക്കെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും നല്ല കിടുക്കാച്ചി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു മോർണിംഗ് ബാച്ച് കറണ്ട് അഫയേഴ്സിന് 5:30 ടെലഗ്രാമിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, നിങ്ങൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും ക്ലാസ് നൽകും. പ്രധാനപ്പെട്ട തിരക്കഥകൾ നിങ്ങൾ പഠിച്ചേക്കുക. സതയുണ്ട്, കടവുണ്ട്, ദേശീയ അവാർഡുകൾ കിട്ടിയ ഈ പറയുന്ന പല കൃതികളും, പരിണയം, ഒരു വടക്കൻ വീരഗാഥയ്ക്കൊക്കെ തിരക്കഥയ്ക്കുള്ള മികച്ച ദേശീയ പുരസ്കാരം കിട്ടിയ കൃതിയാണ്. സോറി, കൃതിയല്ല, അദ്ദേഹത്തിന് തിരക്കഥയാണ്. അപ്പൊ തിരക്കഥകൾ ഒരുപാട് സിനിമകൾ അല്ലെ, ഓളവും തീരവും, അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ, ആരണ്യകം, വൈശാലി. വൈശാലി നീ ഓർമ്മ ഉണ്ടാവും, നല്ല മനോഹരമായ സിനിമയല്ലേ വൈശാലി. അതിന്റെയൊക്കെ സംവിധാനമല്ല, തിരക്കഥ MT ആണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ള പുസ്തകങ്ങൾ പറയാം. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു 3 പഠിച്ചു വെക്കുക നിങ്ങൾ. മനുഷ്യർ നിഴലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിലെ അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിന്റെ യൂറോപ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രചിച്ച കൃതിയാണ്. അവിടെ മനുഷ്യർ നീലുകളെ പോലെയാണ് പറയുക. ഫുൾ ടൈം യൂറോപ്പിന്റെ ഒരു കൾച്ചർ വെച്ചിട്ട് മനുഷ്യർ നീലുകൾ. യൂറോപ്പിലേക്ക് പോയ എല്ലാവരും മനുഷ്യർ നീലുകൾ. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ മനുഷ്യർ നീലുകളെ പോലെ യൂറോപ്പിൽ ഉണ്ടെങ്കിൽ അമേരിക്കയിൽ തനിയാണ്, ആൾക്കൂട്ടത്തിൽ തനിയാണ്, ആരുമില്ല, ഒറ്റക്കാണ്. അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെ, ആൾക്കൂട്ടം നമ്മളെ നോക്കൂല, നമ്മളിങ്ങനെ തനി, ആൾക്കൂട്ടത്തിൽ തനി അമേരിക്ക. മനുഷ്യർ നീലുകൾ യൂറോപ്പ്. വൻകടലിലെ തുഴവെള്ളക്കാർ അതാണ് ചൈന. അമേരിക്ക പോലെയുള്ള ലോക സാമ്രാജ്യ ശക്തികൾക്ക് മുമ്പിൽ വൻകടലിലെ തുഴവെള്ളക്കാർ ചൈന. അങ്ങനെ ആലോചിച്ചോ കേട്ടോ. ചൈനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കൃതിയാണ്. ഇനി ഇദ്ദേഹത്തിന് ചില ബാലസാഹിത്യ കൃതികളുണ്ട്. ദയ എന്ന പെൺകുട്ടി, മാണിക്യക്കല്ല്, തന്ത്രക്കാരി. മാണിക്യക്കല്ല് അടിച്ചു മാറ്റാൻ തന്ത്രക്കാരിയായ ദയ എന്ന പെൺകുട്ടി വരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു ബാലസാഹിത്യം ആലോചിക്കാം. മാണിക്യക്കല്ല് അടിച്ചു മാറ്റാൻ അല്ലേ, തന്ത്രക്കാരിയായ ദയ എന്ന പെൺകുട്ടി വരുന്നു. ചെറുകഥകൾ ഒരുപാടാണ്. അപ്പൊ തിരക്കഥകൾ പോലെ തന്നെ ചെറുകഥകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. വാനപ്രസ്ഥം നമ്മൾ പറഞ്ഞു. ഇരുട്ടിന്റെ ആത്മാവ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ കമന്റ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ ഓളവും തീരവും, ഒരുപാട്, കളിവീട്, അഭയം തേടി, സ്വർഗം തുറക്കുന്ന സമയം, രക്തം പുരണ്ട മൺതരികൾ. ഇതൊക്കെ നിങ്ങൾ വായിച്ച് നന്നായിട്ട് പഠിക്കണം. രക്തം പുരണ്ട മൺതരികൾ, വാനപ്രസ്ഥം, ഇരുട്ടിന്റെ ആത്മാവ്, വാരിക്കുഴി, വെയിലും നിലാവും, ഓളവും തീരവും, നഷ്ടപ്പെട്ട ദിനങ്ങൾ, കളിവീട്, അഭയം തേടി വീണ്ടും, സ്വർഗം തുറക്കുന്ന സമയം. അവസാനമായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു അടുത്ത കാലത്തായിട്ട് 9ഓളം ചെറുകഥകൾ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ഫീച്ചർ ഉൾപ്പെടുത്തിയുള്ള, എന്ന് വെച്ചാൽ ചെറിയ ചെറിയ നമ്മൾ ഡോക്യുമെന്ററി പോലെ, സിനിമ പോലെ എടുത്തിട്ട് മലയാളത്തിലെ പ്രമുഖരായ താരങ്ങളൊക്കെ അഭിനയിച്ചുകൊണ്ടുള്ള ഒരു ഇന്ത്യൻ മലയാളം ആന്തോളജി ടെലിവിഷൻ പരമ്പരയുണ്ട്. അതിന്റെ പേരാണ് മനോരഥങ്ങൾ. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ. മമ്മൂട്ടി, മോഹൻലാൽ, ബിജു മേനോൻ, ഫഹദ് ഫാസിൽ, ഇതൊക്കെ ചുമ്മാ കൊടുത്താണ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. ഇത് എഴുതിയത് MT ആണെങ്കിലും ഇതിന്റെ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് പറയാൻ പറ്റുന്നത് പല സംവിധായകന്മാരുണ്ടെങ്കിലും അശ്വതി.
ഇതിന്റെ മകൾ അശ്വതി ബി നായരാണ്. 402 മിനിറ്റോളം ദൈർഘ്യമുള്ള 9ഓളം ഫീച്ചറുകളുള്ള ഈ ഒരു സീരീസ് അത് നമുക്ക് എന്ത് വിളിക്കാം, മനോരഥങ്ങൾ എന്ന് വിളിക്കാം. വല്ലാത്ത ലോകത്തേക്ക് നമ്മളെ വായനാ ലോകത്തേക്ക് നമ്മളെ എത്തിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT നമ്മെ വിട്ടുപിരിഞ്ഞു. അപ്പൊ MT യെ കുറിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്. MT വാസുദേവൻ നായർക്ക് ഓടക്വേൽ പുരസ്കാരം കിട്ടിയ കൃതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഇത്രയും നേരം ക്ലാസ് കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതുപോലെ ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം ഏത് നോവലിലാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോ ഈ 2 ചോദ്യങ്ങളാണ്. എല്ലാവരും കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.